ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിലീസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നല്ല ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ തോന്നി. കാരണം വെച്ചാൽ നല്ല ചിത്രങ്ങൾ ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. കാരണം മലപ്പം വഴിക്ക് പോയി കുറച്ച് നാൾ മുമ്പാണ് OTT റിലീസ് ചെയ്തത്. ഇപ്പോൾ അടുത്താണ് കാണാൻ ഇടയായത്. വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ചിത്രമാണ്. ഞാനിപ്പോൾ അടുത്താണ് കണ്ടപ്പോൾ എന്തോ വളരെ ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടനെ കുറിച്ച് പറയുമ്പോൾ ബിനീഷ് വിശ്വനാഥാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആൻ്റണി, പിന്നെ ഒരുപാട് കുട്ടികൾ ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. കാരണം 2024 റിലീസ് ചെയ്തത്, 2025 OTT റിലീസ് ചെയ്ത് കുറച്ചൊക്കെ അല്പം വഴുകിപ്പോയി. എങ്കിൽ പോലും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്താ പറയുക, OTT റിലീസ് ചെയ്ത ശേഷം വളരെയധികം കോഴിൽക്കം അല്ലെങ്കിൽ വളരെയധികം മികച്ച അഭിപ്രായം നമ്പർ 1 ലിസ്റ്റിലേക്ക് മാറിയെന്ന് പ്രത്യേകത ഉണ്ട്. അതും സൈനാപ്ലൈ പോലുള്ള ചെറിയ ഒരു OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ട് പോലും നമ്മൾ ഓർക്കണം, ഇന്ത്യക്ക് പുറത്തിട്ട് ചർച്ചാ വിഷയമായതും. അതുപോലെ തന്നെ സ്കൂൾ കാലഘട്ടം, അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ സമ്പ്രദായം തന്നെ പല സ്കൂളിൽ നിന്നും മാറ്റി കേരളത്തിലേക്ക് അത് വീണ്ടും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം വന്നിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് പോലും അത്യാവശ്യം ഭയങ്കര ഡിഫറൻ്റായി തോന്നി. നമ്മൾ ചിന്തിച്ച് പോകുന്ന തരത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ മികച്ച പ്രകടനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കഥയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കുഞ്ഞു മക്കളുടെ കുറച്ച് കുഞ്ഞു പ്രകടനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എന്താ പറയുക, ഫാമിലിക്കൊപ്പം ഇരുന്ന് കാണാവുന്ന മികച്ച പ്രകടനങ്ങളുള്ള ഒരു കുഞ്ഞു ചിത്രം. കൂടുതലായിട്ട് ടെൻഷനോ കൂടുതലായിട്ട് ഒന്നും തന്നെ പടത്തിലേക്ക് കൊടുക്കുന്നില്ല, ഇമോഷൻ സീൻസോ ഒന്നുമില്ല. പക്ഷേ സിമ്പിളായിട്ടൊരു പടം തന്നെയാണ്. എങ്കിൽ പോലും ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു ആശയം അത് തന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടൻറ്റായി മുന്നോട്ട് പോകുന്നത്. ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഇതിൽ പ്രധാനപ്പെട്ട ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നായകൻ എന്നൊക്കെ പറയാൻ ശേഷിക്കുന്ന ഒരു മെയിനായിട്ട് വരുന്ന ഒരു മോൻ. അപ്പോൾ അവൻ പഠിക്കുന്നുണ്ട്, ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു ഇന്നത്തെ പിള്ളേരെ പോലെ തന്നെ എന്താ പറയുക, അല്പം തമാശകളും അല്ലെ പറയുക കളിയും ചിരിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുട്ടി. അപ്പോൾ അവന് ടീമുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള വേറെ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവന് പ്രണയം തോന്നാം ആ കുട്ടിയോട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്കിലേക്ക് എന്താ പറയുക, പഠിക്കുന്നവർക്ക് മാത്രമായിട്ട് ആണോ ക്ലാസ് ലീഡർ ആവേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്രീകുട്ടൻ ഇലക്ഷന് മത്സരിക്കുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്ന രസകരമായ കാര്യങ്ങളൊക്കെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിൽ പോലും അല്പം മാറ്റം വരുത്തണമെന്ന് തോന്നി, അല്ലെങ്കിൽ എന്താ പറയുക, മാറ്റം വരുത്തി തന്നെയാണ് മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയ സബ്ജക്റ്റ്, അല്ലാണ്ട് ഇലക്ഷനൊക്കെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്രായത്തിൽ പോലും എന്താ പറയുക, സ്കൂൾ അതായത് ബാക്ക് ബെഞ്ചേഴ്സിൽ ഇരിക്കുന്ന പിള്ളേർ ഒരിക്കലും മോശക്കാരാവാം എന്നുള്ള ചിന്താഗതി പല അധ്യാപകരിൽ നിന്നും പല സ്കൂളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒരുപോലെ കാണാം. ബാക്ക് ബെഞ്ച് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല, അല്ലെങ്കിൽ അങ്ങനത് വേണ്ട, ഒഴിവാക്കി തന്നെ പല സ്കൂളുകളിലും ഇതുപോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് കേൾക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു തീരുമാനം തന്നെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, സമയം കിട്ടുമ്പോഴൊന്ന് സൈനപ്പിള്ളയിലൊക്കെ കണ്ടു നോക്കുക. ഒരു മികച്ച കുഞ്ഞു ചിത്രം തന്നെയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എനിക്ക് വളരെ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുകയായിരിക്കും. ബൈ.